ബി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം കോൺഗ്രസിൻ്റെ തകർച്ചയും തുടങ്ങി. ഒരുതരം ഏകാധിപതിയുടെ ഭാവമാണ് സതീശന്. അതുകൊണ്ട് തന്നെ സതീശനെ അംഗീകരിക്കുന്നവർ കുറവായിരുന്നു. ഷാഫി പറമ്പലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ബലത്തിലാണ് സതീശൻ കളിച്ചിരുന്നത്. എന്നാൽ തക്ക സമയം എത്തുമ്പോൾ തനിക്കൊത്ത എതിരാളിയെ ചതിയിലൂടെ വീഴ്ത്തുക എന്നത് സതീശൻ്റെ ലക്ഷ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെക്കാളും വളർന്നു വരുന്നത് കണ്ടപ്പോൾ അയാളുടെ ദുർനടപടികൾ വിഷയമാക്കി പൊതുസമൂഹത്തിന് മുമ്പിൽ വലിച്ചിട്ടു സതീശൻ്റെ കുടുംബ സുഹൃത്തായ റിനി ആൻ ജോർജ് എന്ന നടിയാണ് രാഹുലിനെതിരെ ആദ്യമായി ആരോപണം ഉന്നയിച്ചത്. തുടർന്ന് നിരവധി പേർ ആരോപണം ഉന്നയിച്ചെങ്കിലും അവരാരും പരാതി കൊടുക്കാത്തത് രാഹുലിന് രക്ഷയായി മാറി. സതീശൻ്റെ ഏകാധിപത്യ മനോഭാവത്തിനെതിരെ സതീശൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് 15 MLA മാർ കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്ക് പരാതി നൽകിയത് ഞങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 15 MLA മാർ 21 MLA മാരിൽ 15 MLA മാരാണ് സതീശനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴിതാ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും ദീപാദാസ് മുൻഷിയോട് പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നു. സതീശനെ പ്രതിപക്ഷ നേതാവായിക്കൊണ്ട് ഇലക്ഷനെ നേരിട്ടാൽ LDF സുഖമായി ജയിച്ചു വരും എന്നാണ് അവർ പറയുന്നത്. സതീശൻ SNDPയെയും NSSനെയും പിണക്കി. സാമുദായിക സംഘടനകളെ കോൺഗ്രസിൽ നിന്ന് അകറ്റി. കോൺഗ്രസിൽ തൻ്റേതായ ഗ്രൂപ്പുണ്ടാക്കി ആ ഗ്രൂപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സതീശൻ മുന്നോട്ട് പോകുന്നു. സതീശനെ വെച്ച് തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ 8 നിലയിൽ പൊട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ. ഇവരിൽ സുധാകരൻ അടക്കമുള്ള വലിയ നേതാക്കൾ ഉൾപ്പെടുന്നു. സുധാകരന് സതീശനോട് കലിപ്പുണ്ട്. ഒരു കാര്യവും ഇല്ലാതെയാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കി മാറ്റിയത്. സുധാകരൻ അനാരോഗ്യവാനാണ് എന്നായിരുന്നു സതീശൻ കണ്ടെത്തിയത്. സുധാകരൻ പറയുന്നു തനിക്ക് അനാരോഗ്യമൊന്നും ഇല്ലെന്ന്. പക്ഷെ സതീശൻ പറയുന്നു അനാരോഗ്യം ഉണ്ടെന്ന്. എന്ത് ചെയ്യും? ഇങ്ങനെ നന്നായി പ്രവർത്തിക്കുന്ന, നന്നായി കോൺഗ്രസിനെ കൊണ്ടുപോകാൻ കഴിയുന്ന നേതാക്കളെയെല്ലാം മാറ്റി നിർത്തി തൻ്റേതായ ഒരു കോക്കസ് രൂപീകരിക്കാനാണ് സതീശൻ ശ്രമിക്കുന്നത് എന്ന് പരാതികളിൽ പറയുന്നു. എന്തായാലും കോൺഗ്രസിനുള്ളിൽ കൂട്ടപ്പൊരിച്ചിലാണ് നടക്കുന്നത്. ഒരു വശത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാതെ പല കോണിൽ നിന്ന് തമ്മിൽ തല്ലുകയാണ് കോൺഗ്രസ്. സതീശനെ കൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് പൊറുതിമുട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ദീപാദാസ് മുൻഷിക്ക് പരാതി നൽകിയത്. ദീപാദാസ് മുൻഷി കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവരുടെ കൈകൾക്കും അപ്പുറമായി പോയി കാര്യങ്ങൾ. കോൺഗ്രസ് നേതാക്കൾ ഒന്നിച്ച് ഒരു കസേരയ്ക്ക് ചുറ്റും ഇരിക്കാൻ, കോൺഗ്രസ് നേതാക്കൾക്ക് ഒരുമിച്ച് ഒരു കസേരയ്ക്ക് ചുറ്റും ഇരിക്കാൻ പറ്റുന്നില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ഇതാണ് സതീശൻ ഉണ്ടാക്കി വെച്ച പ്രോബ്ലം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞതോടുകൂടി ഒരു വിഭാഗം യുവ നേതാക്കൾ സതീശനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. അവരും പരാതിയുമായി ദീപാദാസ് മുൻഷിയുടെ അടുത്തെത്തും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ധൃതി പിടിച്ച് സതീശനെടുത്ത തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ സതീശനെടുത്ത തീരുമാനങ്ങളിൽ വലിയ എതിർപ്പുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനും ടീമിനും. വളരെ പെട്ടെന്നാണ് സതീശൻ തീരുമാനമെടുത്തതും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നതും. പിന്നീട് കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സതീശനിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവത്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തതെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ പറയുന്നു. ഏതെങ്കിലും പെണ്ണ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവൾ പരാതി പോലും എഴുതി കൊടുക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുകയാണ് സതീശൻ ചെയ്തത്. അതിനർത്ഥം സതീശൻ അസഹിഷ്ണുതയുള്ള ആളാണ്.
രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെക്കാളും ഉയരെ വളർന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തോടെ ഷാഫി പറമ്പിലിന് ഒരു കുത്ത് വെച്ചു കൊടുക്കുകയാണ് സതീശൻ ചെയ്തത്. ഇതുപോലെ ഷാഫി പറമ്പിലിനും അനുഭവം ഉണ്ടാകുമെന്ന്. എന്തായാലും സതീശൻ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. നേതാക്കളെല്ലാം സതീശന് എതിരെ.